ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പരാതികൾ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നുവോ അത് തന്നെയാണ് നമ്മൾക്ക് തിരിച്ച് നൽകുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഇരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ആ സാഹചര്യത്തെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മാറ്റുക, അതുമല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക. ബാക്കിയെല്ലാം ബുദ്ധിശൂന്യതയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ ഫീലിങ്സും കൊണ്ടാണ് നമ്മൾ ലൈഫിനെ ബ്യൂട്ടിഫുള്ളാക്കി മാറ്റുന്നത്. ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് നാം പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ചിന്തകളിലും മനോഭാവത്തിലും മാറ്റം ഉണ്ടാകുന്നതിലൂടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ലളിതമായൊരു ടെക്നിക്കാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതായത് പരാതികളില്ല, പകരം അഭിനന്ദനങ്ങൾ മാത്രം. നോൺ കംപ്ലൈൻറ്റ് മോഡ് ആൻഡ് കോംപ്ലിമെൻറ്റ് മോഡ് എന്ന മോഡിലേക്കുള്ള നമ്മുടെ മാറ്റം. എന്തുകൊണ്ടാണ് നാം പരാതികൾ നിർത്തേണ്ടത്? നമുക്കറിയാം, നാം എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ഊർജം കൂടുതലായി ഒഴുകിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമായ വാക്കുകൾ, ഇതെല്ലാം അധികമായി നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം അറിയാതെയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പരാതികൾ ഒരു ലഹരി പോലെ അടിമത്തം സൃഷ്ടിക്കുന്ന കാര്യമാണ്. എത്രത്തോളം നാം പരാതിപ്പെടുന്നുവോ അത്രത്തോളം ശക്തമായൊരു ശീലമായത് മാറുന്നു. പിന്നീടത് ഒഴിവാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നു. ജീവിതത്തിൽ പ്രധാന വില്ലൻ ഈ പരാതികൾ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഒരു വിത്ത് നടുന്നത് പോലെയാണ്. വിത്ത് നട്ടിട്ട് അതിന് വേര് വന്നോ എന്ന് വീണ്ടും കിളച്ച് വിത്ത് പുറത്തെടുത്ത് നോക്കുന്നവർ ആ ചെടിയെ വളരാൻ അനുവദിക്കാതെ കൊല്ലുകയാണ് ചെയ്യുന്നത്. പരാതികളും നമ്മുടെ ജീവിതത്തോട് ചെയ്യുന്ന ഇത് തന്നെയാണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലൂടെ വലിയ സ്വപ്നങ്ങളുടെ വിത്ത് നമ്മുടെ ഉള്ളിൽ നട്ടിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ആ ഡ്രീം നമുക്ക് ലഭിക്കും? നമ്മുടെ ചിന്തകളും വാക്കുകളും ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത്? ഇത്തരം കാര്യങ്ങൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനായി നോ കംപ്ലൈൻറ്റ് മോഡ്, ഓൺലി കോംപ്ലിമെൻറ്റ് മോഡ് എന്ന ടെക്നിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ എത്ര പരാതികളാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ചൊന്ന് ഓർത്ത് നോക്കൂ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എത്രമാത്രം പരാതികളാണ് നാം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ചിലരാടെ പരാതി പെട്ടികളാണ്. രാവിലെ മുതൽ രാത്രി വരെ അവർക്ക് പറയാനുള്ളത് പരാതികളും പരിഭവങ്ങളും മാത്രമാണ്. അത്തരക്കാരോട് സംസാരിക്കാൻ പോലും ആർക്കും താല്പര്യമുണ്ടാകില്ല. ഇന്ന് മുതൽ നമുക്ക് പരാതികൾ നിർത്താം. അതായത് അടുത്ത 24 മണിക്കൂർ നേരം ഞാൻ യാതൊരു കാര്യത്തിനും പരാതി പറയില്ലെന്ന് തീരുമാനിക്കുക. ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും എനിക്ക് പരാതികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കുക. നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചെറിയൊരളവ് ഊർജം പോലും കൊടുക്കാതിരിക്കുക. നമ്മൾ പൂർണ്ണമായി നോൺ കംപ്ലൈൻറ്റ് മോഡിലേക്ക് മാറുകയാണ്. നിങ്ങൾക്കിപ്പോൾ യാതൊരു തരത്തിലുള്ള വ്യാകുലതകളും ഇല്ല. ഈ നിമിഷം മുതൽ നാളെ ഇതേ സമയം വരെ നിങ്ങൾ എല്ലാറ്റിനെയും ന്യൂട്രലായി കാണാൻ പോവുകയാണ്. കുടുംബത്തിലാകട്ടെ, ഓഫീസിലാകട്ടെ, നിങ്ങൾ ഇടപെടുന്ന ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, പരാതിയും പരിഭവവും വിദ്വേഷവും ഇല്ലാത്ത ഈ നിലപാട് കാത്തു സൂക്ഷിക്കുക. ഒരു പരാതിയുമില്ലാത്ത അവസ്ഥ നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ആസ്വദിക്കുക. ഇന്നു മുതൽ നാം എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കാൻ നോക്കുക. അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ചെറുതോ വലുതുമായ നല്ല കാര്യങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നന്ദി പറയുക. നിങ്ങളെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചാൽ പോലും ഈ 24 മണിക്കൂർ നിങ്ങളുടെ നിലപാട് മാറ്റാതിരിക്കുക. പരാതികൾ എങ്ങനെയാണ് ഇനി നിങ്ങളെ ബാധിക്കുന്നതെന്ന് നോക്കാം. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നു. നല്ല കാര്യങ്ങളിലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നു. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ വരുന്നു. കാരണം നിങ്ങൾ ആകർഷിക്കുന്നത് പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങളെയാണ്. നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഊർജത്തിന് സമാനമായ ഊർജമാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. പരാതി പറയുന്ന സ്വഭാവം കൊണ്ട് നല്ല സുഹൃത്തുക്കളെയും പോസിറ്റീവ് ചിന്തിക്കുന്നവരെയും നിങ്ങൾക്ക് നഷ്ടമാകുന്നു. ഈ സ്വഭാവം നിങ്ങൾക്ക് പല അസുഖങ്ങളും നേടിത്തരുന്നു, ഒപ്പം ശത്രുക്കളെയും.
പരാതികൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ വരെ തല്ലിക്കെടുത്തുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. സ്വയം ഒരു ഇരയായി നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. ആഗ്രഹിച്ചാൽ പോലും ഈ ശീലം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്നു. ഈ ശീലം നിർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. നാം എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ഊർജം കൂടുതലായി ഒഴുകിക്കൊണ്ടിരിക്കുകയും അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി സംഭവിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. പരാതികളിലേക്കാണ് നാം കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും അവസരങ്ങളും നമ്മുടെ ലൈഫിൽ കൂടുതലായി പെരുകി വരും. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ നിർബന്ധമായി മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ടെക്നിക്കാണ് നോൺ കംപ്ലൈൻറ്റ് മോഡ്, ഓൺലി കോംപ്ലിമെൻറ്റ് മോഡ്. നിങ്ങൾ തീർച്ചയായും ഈ പ്രാക്ടീസ് ഒന്ന് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.